ഞാനിരിക്കുന്നിടത്ത്, കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. സ്തോത്രം, സ്തോത്രം. യേശു പറയാണ്, എൻ്റെ വേല ചെയ്യുന്നവൻ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവൻ, എനിക്ക് വേണ്ടി എന്ത് വേല ചെയ്താലും ഞാനിരിക്കുന്നിടത്ത്, കർത്താവായ യേശു ക്രിസ്തു ഇരുന്നിടത്ത് അവനെയും അവിടെ ഇരുത്തും. അവനും ഒരു നിത്യജീവൻ ഉണ്ട്, നിത്യജീവനുണ്ട്. പക്ഷെ സുവിശേഷം പ്രസംഗിച്ചിട്ട് നമ്മുടെ ജീവിതം ശരിയായ നടപടിയിലല്ല എങ്കിൽ യേശുവിൻ്റെ അടുത്ത് ഒരു കാരണവശാലും നമ്മൾ കാണത്തില്ല, നിത്യതയിൽ ഉണ്ടാകത്തില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ദൈവികമാണോ? അത് മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്നതാണോ? കൂട്ടായ്മകൾക്ക് ഇടർച്ച ഉണ്ടാക്കുന്നതാണോ? ഫെലോഷിപ്പുകൾക്ക് ഇടർച്ച ഉണ്ടാക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇടർച്ച ഉണ്ടാക്കുകയാണെങ്കിൽ ആ വ്യക്തികൾ സുവിശേഷൻ ആയിക്കൊണ്ടുപോട്ടെ, പാസ്റ്റേഴ്സ് ആയിക്കൊണ്ടുപോട്ടെ, ഏത് വ്യക്തികളായിക്കൊണ്ടുപോട്ടെ, അവൻ നിത്യതയിൽ ഉണ്ടാകത്തില്ല, യേശുവിൻ്റെ കൂടെ ഉണ്ടാകത്തില്ല. ആയതിനാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും വളരെ ആത്മാവിൽ വിവേചിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. യേശുവെ, ഞാൻ പറയുന്ന കാര്യം, ഞാനിപ്പോൾ പറയുന്ന കാര്യം ശരിയാണോ, പ്രവർത്തിക്കാൻ പോകുന്ന കാര്യം ശരിയാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രവർത്തിക്കാവൂ. വിവേചിച്ചറിയണം, ആത്മാവിൽ വിവേചിക്കണം. സ്തോത്രം.